ഹിന്ദുക്കൾ നേരിടുന്ന പീഡനങ്ങൾ മാധ്യമങ്ങൾ പെരുപ്പിച്ചു കാണിക്കുന്നതല്ല, ആ വാദം ശരിയല്ല എന്ന് വ്യക്തമാക്കി ഇന്ത്യ രംഗത്ത്. ന്യൂനപക്ഷങ്ങളെ സംരക്ഷിക്കണം, അതേപോലെ തന്നെ ബംഗ്ലാദേശ് സർക്കാർ നടപടി സ്വീകരിക്കണമെന്നും ഇന്ത്യ വ്യക്തമാക്കിയിട്ടുണ്ട്. എല്ലാ മത ന്യൂനപക്ഷങ്ങളെയും സംരക്ഷിക്കേണ്ട ചുമതല മുഹമ്മദ് യൂനസ് നയിക്കുന്ന ഇടക്കാല സർക്കാരിനുണ്ട് എന്ന് ഇന്ത്യ പ്രതികരിച്ചു. വിദേശകാര്യ വക്താവായ രൺധീർ ജയ്സ്വാളാണ് ഭാരതത്തിന്റെ നിലപാട് അറിയിച്ചിരിക്കുന്നത്. ബംഗ്ലാദേശിൽ മത ന്യൂനപക്ഷങ്ങൾക്കെതിരെ ലക്ഷ്യം വെച്ചുള്ള ആക്രമണങ്ങൾ വർദ്ധിക്കുകയും ഇസ്കോൺ സന്യാസികൾക്കെതിരെ പ്രതികാര നടപടി സ്വീകരിക്കുകയും ചെയ്ത പശ്ചാത്തലത്തിലാണ് ഇന്ത്യയുടെ പ്രതികരണം വന്നിരിക്കുന്നത്. ബംഗ്ലാദേശിലെ ഹിന്ദുക്കൾ അടക്കമുള്ള ന്യൂനപക്ഷങ്ങൾക്ക് നേരെ ഉയരുന്ന ആക്രമണങ്ങളും ഭീഷണികളും അഭിസംബോധന ചെയ്യുമെന്നും ബംഗ്ലാദേശ് സർക്കാരിനോട് ഇന്ത്യ പലതവണ ശക്തമായി തന്നെ ആവശ്യപ്പെട്ടതാണ്. രാജ്യത്ത് തീവ്രവാദ ആശയങ്ങൾ ബലപ്പെടുന്നതിൽ ഇന്ത്യ ആശങ്ക പ്രകടിപ്പിച്ചിരുന്നു. മാധ്യമങ്ങൾ പെരുപ്പിച്ച് കാണിക്കുന്നത് എന്താണ് എന്ന് പറഞ്ഞ് ഇത്തരം ആക്രമണങ്ങളും പ്രകോപനങ്ങളും തള്ളിക്കളയരുത്. ന്യൂനപക്ഷങ്ങളുടെ സംരക്ഷണത്തിനായി ബംഗ്ലാദേശ് സർക്കാർ നടപടി സ്വീകരിക്കണമെന്ന് ഇന്ത്യ ശക്തമായി തന്നെ ആവശ്യപ്പെടുകയാണ് എന്നാണ് രൺധീർ ജയ്സ്വാൾ പറഞ്ഞത്. ബംഗ്ലാദേശിൽ ഷെയ്ഖ് ഹസീന സർക്കാർ തകർന്നതിന് ശേഷം അട്ടിമറിയിലൂടെ ഭരണത്തിലേറിയ പട്ടാളവും പിന്നീട് വന്ന ഇടക്കാല സർക്കാരും രാജ്യത്തെ ജിഹാദി ഗ്രൂപ്പുകളെയും മതമൗലികവാദികളെയും പ്രീണിപ്പിക്കുന്ന നയങ്ങളായിരുന്നു സ്വീകരിച്ചിരുന്നത്. മുൻ പ്രധാനമന്ത്രി ഷെയ്ഖ് ഹസീനയെ രാജ്യത്ത് നിന്ന് ഓടിച്ചതിന് പിന്നാലെ ബംഗ്ലാദേശിൽ ന്യൂനപക്ഷങ്ങൾക്ക് നേരെ സമാനതകളില്ലാത്ത ആക്രമണം അഴിച്ചുവിടുകയായിരുന്നു. നൂറുകണക്കിന് ക്ഷേത്രങ്ങൾ വരെ തകർക്കപ്പെട്ടു. ഹിന്ദുക്കളെ ലക്ഷ്യം വെച്ചുള്ള ആക്രമണങ്ങളിൽ നിരവധി പേർ കൊല്ലപ്പെടുകയും ചെയ്തു. ഇതിൽ പ്രതിഷേധിച്ച് സമ്മേളനം നടത്തിയ ഇസ്കോൺ സന്യാസി ചിന്മയ് കൃഷ്ണദാസിനെ അറസ്റ്റ് ചെയ്ത് ജയിലിലാക്കുകയും ചെയ്തു. രാജ്യത്ത് ഇപ്പോഴും സംഘർഷാവസ്ഥ തുടരുകയാണ്. ഈ സാഹചര്യത്തിലാണ് ഇന്ത്യയുടെ ആവർത്തിച്ചുള്ള മുന്നറിയിപ്പും വന്നിരിക്കുന്നത്. അതേസമയം ഹിന്ദുക്കൾക്കെതിരായ അടിച്ചമർത്തൽ തുടരുന്ന ബംഗ്ലാദേശിൽ ഇസ്കോണിനെ നിരോധിക്കണമെന്ന വിചിത്ര ആശയവുമായി ഇസ്ലാമിക ഗ്രൂപ്പുകൾ രംഗത്ത് വന്നിരുന്നു. നവംബർ 28 വ്യാഴാഴ്ച ദേശീയ പ്രസ് ക്ലബിലെ സഹൂർ ഹുസൈൻ ചൗധരി ഹാളിൽ സമാധാന ചിന്താഗതിക്കാരായ ഇസ്ലാമിക പാർട്ടികളുടെ കൂട്ടായ്മ സംഘടിപ്പിച്ച പത്രസമ്മേളനത്തിലാണ് ഈ ആവശ്യം ഉന്നയിച്ചത്. മുസ്ലിം രാഷ്ട്രീയ പാർട്ടികളുടെ കൂട്ടായ്മയെ പ്രതിനിധീകരിച്ച് ജമിയത്ത് ഉലമ ഇസ്ലാം ബംഗ്ലാദേശ് വൈസ് പ്രസിഡന്റ് അബ്ദുൾ റബ് യൂസഫ് പുറത്തിറക്കിയ രേഖാമൂലമുള്ള പ്രസ്താവനയിൽ ഇസ്കോണിന്റെ കെണിയിൽ വീഴാതിരിക്കാൻ ഹിന്ദു സഹോദരങ്ങൾ ജാഗ്രത പുലർത്തണമെന്നും ആവശ്യപ്പെട്ടു. ഇസ്കോണിനെ ഒരു തീവ്ര വിഭാഗീയ സംഘടന എന്ന് വിശേഷിപ്പിച്ച യൂസഫ് ഇന്ത്യയിൽ ഓൺലൈനായി നടക്കുന്ന മത അവഹേളനങ്ങളിൽ 90% ഉത്തരവാദികൾ ഇസ്കോൺ അംഗങ്ങളാണ് എന്നും ആരോപിച്ചിരുന്നു. ഇസ്കോണിനെ നിരോധിക്കുക എന്നതുൾപ്പെടെ 3 ആവശ്യങ്ങൾ അവർ മുന്നോട്ട് വെച്ചു. വാർത്താ സമ്മേളനത്തിൽ ബംഗ്ലാദേശ് ഖാലിഫത്ത് മസ്ജിദിന്റെ നേതാവായ അമീർ മൗലാന യൂസഫ് അഷ്റഫ്, പാർട്ടിയുടെ പ്രതിനിധി അമീർ അബ്ദുൾ മജീദ്, ബംഗ്ലാദേശ് വൈസ് പ്രസിഡന്റായ അബ്ദുൾ മൗലാന എന്നിവരും പങ്കെടുത്തു. അതേസമയം ഈ വിഷയത്തിൽ പ്രതികരണം അറിയിച്ച് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും രംഗത്ത് വന്നിരുന്നു. ബംഗ്ലാദേശിലെ സാഹചര്യം അദ്ദേഹം വിലയിരുത്തുകയും ചെയ്തു. ന്യൂനപക്ഷങ്ങളായ ഹിന്ദുക്കൾ ആക്രമിക്കപ്പെടരുതെന്ന് ബംഗ്ലാദേശിനോട് ആവശ്യപ്പെട്ടതായി വിദേശകാര്യ മന്ത്രാലയം വ്യക്തമാക്കിയിരുന്നു. ഹിന്ദു സന്യാസി ചിന്മയ് കൃഷ്ണദാസിനെ അറസ്റ്റ് ചെയ്തതിന് പിന്നാലെ ആക്രമണം വ്യാപകമാകുന്നതിനിടയിലാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ബംഗ്ലാദേശിന്റെ സാഹചര്യം വിലയിരുത്തി രംഗത്ത് വന്നത്. വിദേശകാര്യമന്ത്രി എസ് ജയശങ്കറുമായി 1 മണിക്കൂറോളം നേരം മോദി ചർച്ച നടത്തുകയും ചെയ്തു. സാധ്യമായ ഇടപെടലുകൾ നടത്തണമെന്ന് നിർദ്ദേശിച്ച പ്രധാനമന്ത്രി ഹിന്ദുക്കൾക്ക് നേരെ ആക്രമണം നടത്തുന്നുവെന്ന റിപ്പോർട്ടുകൾ ഗൗരവമുള്ളതാണ് എന്നും വിലയിരുത്തി. പാർലമെന്റിന്റെ ഇരുസഭകളിലും വിദേശകാര്യ മന്ത്രി പ്രസ്താവന നടത്തിയിട്ടുണ്ട്. ബംഗ്ലാദേശിലെ സാഹചര്യത്തിൽ ഇടപെട്ടതായി വിദേശകാര്യ മന്ത്രാലയം രാജ്യസഭയിൽ അറിയിച്ചു. ഹിന്ദുക്കൾ ഉൾപ്പെടെയുള്ള ന്യൂനപക്ഷങ്ങൾക്ക് നേരെ അക്രമം ഉണ്ടാകരുതെന്നും ആരാധനാലയങ്ങൾ സംരക്ഷിക്കണമെന്നും ബംഗ്ലാദേശ് സർക്കാരിനോട് ആവശ്യപ്പെട്ടതായും വിദേശകാര്യ മന്ത്രാലയം പ്രസ്താവനയിൽ അറിയിച്ചു. ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്.